കഴിഞ്ഞ ദിവസം കൈതപ്പുഴ കായലിൽ മീൻ പിടിക്കാൻ പോയവർക്ക് ഏകദേശം ഒരു 1/2 കിലോ ഭാരമുള്ള ഒരു മഡ് ക്രാബിനെ കിട്ടി. മഡ് ക്രാബൊക്കെ ആ കായലിൽ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ഇതിനെ വളരെ റെയറായിട്ടാണ് കിട്ടുന്നത്. ഇത്തിരി ആക്രമണ സ്വഭാവം ഉള്ളതുകൊണ്ട് അതിൻ്റെ കൈകളൊക്കെ കെട്ടിയാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത്. ഇതിനെ കണ്ട നിമിഷം ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ആലോചിച്ച് ഞാൻ കുറേ നേരം ചിന്തിച്ചു. പിന്നീട് രണ്ടും കൽപ്പിച്ച് ധൈര്യത്തോടെ അതിനെ അതിവിദഗ്ധമായിട്ടൊരു കവറിനുള്ളിലാക്കിയിട്ട് ഫ്രീസറിനുള്ളിൽ ഏകദേശം 2-3 മണിക്കൂറിനുള്ളിൽ വെച്ചു. അതിനുശേഷം അതിനെ പുറത്തെടുത്ത് അതിൻ്റെ കൈകളൊക്കെ അഴിച്ചിട്ട് അതിൻ്റെ സൈസൊക്കെ ഇത് നോക്കി പിന്നെ ഒരു പെപ്പർ ക്രാബ് മസാല ഉണ്ടാക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു. എന്നിട്ട് അതിനെ ക്ലീൻ ചെയ്തു, തോടൊക്കെ മാറ്റി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിനെ ക്ലീൻ ചെയ്തെടുത്തു. ഞണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. പിന്നെ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഞണ്ട് ക്ലീൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഷെൽസൊക്കെ ഉണ്ടാവും. ഷെൽസോടെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ക്രാബ്സിൻ്റെ ആ ഷെൽസ് ജസ്റ്റ് ഒന്ന് ക്രാക്ക് ചെയ്യണം. അപ്പോൾ ചെറിയ തരികളൊക്കെ അപ്പോൾ പൊടിഞ്ഞു വീടുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ക്രാക്ക് ചെയ്യുന്നത് കൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന മസാലയൊക്കെ ഈ ദശയ്ക്കുള്ളിൽ പെട്ടെന്ന് കയറും. പിന്നെ രണ്ടാമത് നമുക്ക് കഴിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അതിൻ്റെ ഷെൽസ് റിമൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്, ഈ പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസാണ് സവോള, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി. പിന്നെ വേണ്ടുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, ഒരു ടേസ്റ്റ് മേക്കറായിട്ട് ഇതിലൊരു സാധനവും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ സവോളയൊക്കെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക, കറിവേപ്പില എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് കുരുമുളകാണ്. അപ്പോൾ കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഈ കുരുമുളക് ഇതുപോലെ ചേർക്കുമ്പോൾ അത് മസാലയൊക്കെ ചേർന്ന് അവസാനം വളരെ നല്ല ടേസ്റ്റായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന കടായി കഴിവതും നോൺ സ്റ്റിക്ക് കടായി ഉപയോഗിക്കാതിരിക്കുക. കാരണം ഈ ക്രാബ്സ് പ്രിപ്പയർ ചെയ്യുമ്പം അതിൻ്റെ ഷെൽസ് കൊണ്ട് അതിൽ സ്ക്രാച്ചസ് ഒക്കെ വീഴാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്കൊരു ഇരുമ്പ് ചീനച്ചട്ടി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ചീനച്ചട്ടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാൻ ശ്രദ്ധിക്കുക. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഈ സവോള ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് ടേൺ ചെയ്യുമ്പോഴും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ഇതിലേക്ക് ചേർക്കുക. പിന്നെ നമ്മുടെ മസാലപ്പൊടികളും ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് അതും നല്ലതുപോലെ ഇളക്കിയിട്ട് അതും മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് നല്ലപോലെ ഇളക്കി കഴിഞ്ഞ് ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഒരു ചെറിയ പീസ് കുടംപുളി, നമ്മൾ സാധാരണ ഫിഷ് കറിക്ക് ഉപയോഗിക്കുന്ന അത്രയും കുടംപുളി എടുക്കണ്ട, ഒരു ചെറിയ പീസ് കുടംപുളി എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ കുടംപുളിയും വെള്ളവും ഈ സമയം, അതായത് ഈ മസാല മൂത്ത് വരുമ്പോൾ നമ്മൾ അതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കും. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞണ്ട് ഇതിലേക്ക് ചേർത്ത് അതൊന്ന് ഒരു കുക്കായിട്ട് ഒരു 5 മിനിറ്റ് കുക്കായിട്ടതിന് ശേഷം നമ്മൾ ഈ കുടംപുളി എടുത്ത് മാറ്റണം. അതായത് ഒത്തിരി പുളി ടേസ്റ്റ് ഈ കറിക്ക് ആവശ്യമില്ല. നമ്മൾ ആ ഒരു വെള്ളവും ആ കുടംപുളി ഇട്ട വെള്ളവും ആ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇട്ട് വെച്ചാൽ മതി. ആ ഒരു ഫ്ലേവർ മതി ഈ കറിക്ക്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. എന്നിട്ട് നമ്മൾ ഈ മസാലയൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ഞണ്ട് ക്രാബ് പീസസ് ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് അത് പതുക്കെ സോഫ്റ്റായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു ഏകദേശം നല്ലതുപോലെ ഇളക്കണം. അതായത് ആ മസാല മുഴുവനും ആ ഞണ്ടിൽ പിടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ നല്ലതുപോലെ അതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 1/2 കപ്പ് ചെറു ചൂടുവെള്ളം, 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് അത്രയും മതി. അത് കൂടുതൽ വെള്ളം ചേർക്കണ്ട. അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് അത് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിത് മൂടി വെച്ച് വേവിക്കണം. ഈ 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതി, കാരണം ഞണ്ടിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതൊരു ഡ്രൈ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഒത്തിരി ചാറ് ഇതിലേക്ക് ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിൽ ടൊമാറ്റോസ് ചേർക്കുന്നുമില്ല. അപ്പോൾ ഇതാണ് ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ് ഈ
പെപ്പർ ക്രാബ് മസാല. ഇത് നല്ല ഒരിത്തിരി സ്പൈസിയുമായിരിക്കും. നമ്മൾ ഇത് കഴിക്കുമ്പം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ചേർത്തിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ്, ആ മസാലകളെല്ലാം കൂടി ചേർത്ത് ഞണ്ടിൻ്റെ രുചിയും എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ വളരെ ഒരു ടേസ്റ്റി നല്ല അരോമ ഉള്ള ഒരു ഡിഷാണിത്. നമുക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എന്നിട്ടിത് നമ്മൾ 1-2 പ്രാവശ്യം ഇത് അടച്ച് വെച്ച് ഇളക്കി വെച്ച് ഇളക്കി അങ്ങനെ ഒരു 5-10 മിനിറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ ഞണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കിട്ടുകയും ചെയ്യും. ഈ ഒരു പ്രിപ്പറേഷൻ ഒരു 15 മിനിറ്റ്സിനുള്ളിൽ, ഞണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് തയ്യാറാക്കി കിട്ടും. എന്നിട്ട് ഈ ഞണ്ട് അപ്പം നല്ലപോലെ വെള്ളം ഒരുമാതിരി എല്ലാം വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓൾമോസ്റ്റ് കുക്ക്ഡ് ആവും. നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അന്നേരം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളത് കുറച്ച് നേരം അതൊന്ന് സെറ്റ് ആവാനായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മൂടി വെക്കുക. എന്നിട്ടത് നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, നമുക്ക് ഏത് ഡിഷിൻ്റെ കൂടെ കഴിക്കാം, ഇവ സ്നാക്സായിട്ട് കഴിക്കാം.